പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 38-ാം തിരുവചനമാണ്. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത്. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് തെറ്റുകൾ പറ്റുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ്. തെറ്റുകൾ പറ്റിയതിന് ശേഷം നാം അത് പറ്റിപ്പോയി അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് മുൻകൂട്ടി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും വചനം തങ്ങുന്നില്ല. അതിനുള്ള കാരണം തിരുവചനം പറയുന്നത്, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ ദൈവം ആണ് സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ആ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തങ്ങുകയില്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ നിത്യരക്ഷ പ്രാപിക്കുക എന്നതാണ്. ഇതിനായി പാപങ്ങളാണ് നാം ഉപേക്ഷിക്കേണ്ടത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ്. അതിനാൽ തിരുവചനം പറയുന്നു, യേശുവിനെ വിശ്വസിക്കാത്തതുകൊണ്ട്, ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തങ്ങുന്നില്ല. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്യാതിരിക്കാനും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ വചനം ആവശ്യമാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റുന്നു എന്ന്. വചനം അറിയുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം തെറ്റുകളിൽ വീഴാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഇനി വചനം കേൾക്കുക മാത്രം ചെയ്യുന്നുള്ളൂ എങ്കിൽ നാം ആത്മവഞ്ചകരാണ്. നാം ആത്മാവിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.